നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയൊരു ആവേശത്ത് അത് തന്നെയാണ്, ആവേശം തന്നെയാണ് താൻ. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലെത്തിയിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ എത്ര തവണ എത്തി? ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളായിരുന്നു. എവിടെയാണ് വീട്? എവിടെയാണ്? ഞാൻ സിവിൽ സ്റ്റേഷൻ്റെ ബാക്കിൽ, ന്യൂ സിവിൽ നഗർ, നിയർ MLA ഓഫീസ്. കുറെ നേരമായി വന്നിട്ട്? അതിൽ ഞാൻ വന്നിട്ട് അരമണിക്കൂറായിരുന്നു. എന്താണ് വലിയ ആവേശകരമായിട്ടുള്ളൊരു പ്രചാരണ കാലമായിരുന്നല്ലോ. ആവേശമാണ്, ഭയങ്കര ആവേശമാണ്. നല്ല ആവേശമാണ്. വോട്ടിങ്ങിലും അതുണ്ടാവും അല്ലേ? അതാണ് ഇത്ര നീണ്ട നേരം. അതെ അതെ, കാലത്ത് തന്നെ പണിക്കൊക്കെ പോണ ആൾക്കാരല്ലേ, നേരത്തെ കാലത്ത് വന്ന് വോട്ട് ചെയ്താൽ പോകാലോ. എന്താണ് ഇത്തവണ വലിയ ആവേശത്തിലാണോ? കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും നല്ല ആവേശത്തിലായിരുന്നു. സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് ആളുകൾ കൂടുതൽ വോട്ടിന് ചെയ്യാൻ വരാറുള്ളത്. പക്ഷേ ഇന്ന് വളരെ രാവിലെ തന്നെ നിറയെ ആളുകൾ വലിയ ക്യൂ ഉണ്ട് കാണുന്നുണ്ട്. എന്തൊക്കെ കണക്കിലെടുത്തായിരിക്കും ഇത്തവണ വോട്ടിംഗ് ഉണ്ടാവുക? ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും വോട്ടുണ്ടാവുക. അപ്പോൾ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടു. വലിയ നിര നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബൂത്തിന്റെ അറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ അറ്റം വരെ നീണ്ട ഒരു വലിയ ക്യൂ ഈ ഭാഗത്താകെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഒരു പ്രചരണ കാലവും? ഭയങ്കര ആവേശമായിരുന്നു. അതെ, അടുത്താണോ വീട് ഇവിടെ? അതെ അതെ. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നോ? ഇല്ല ഇല്ല. എന്താണ് അമ്മ പറയാനുള്ളത്? വലിയ ഒരു ആവേശമായിരുന്നില്ലേ ഇലക്ഷന്റെ സമയത്ത്? എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരുപോലെ. വലിയ ആവേശമായിരുന്നു. എന്തൊക്കെ കണക്കിലെടുത്തായിരിക്കും വോട്ട് ചെയ്യുക? അവിടെ പോയിട്ട് അവിടെ എന്താ മനസ്സിൽ വരണ പറഞ്ഞ ഒരൊറ്റ അടിക്കല്. പെട്ടെന്നായിരിക്കും. പെട്ടെന്നല്ല, പാർഷ്യാലിറ്റി ഇല്ല, നേരത്തെ കൂടിയുള്ള തീരുമാനം ഇല്ല. അവിടെ ആ സമയത്ത് തോന്നുന്നത് അപ്പൊ തോന്നിക്കും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിലൊരങ്ങടാമർത്തു. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് വരാറുണ്ട്. അമ്മ വളരെ പെട്ടെന്ന് എന്താണ് തോന്നുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ അതിനനുസരിച്ച് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ നിര നമുക്ക് ഈ വഴിയിൽ തന്നെ ആളുകൾ എത്തുന്നതും കൂടുതലായി വരുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്രമാത്രം വലിയൊരു നിര ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പല നേതാക്കളും അതോടൊപ്പം തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ